എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. മാവ് കുഴച്ചും പരത്തിയൊന്നും അധികം സമയമാകാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധാ ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് അളവിൽ റവയാണ്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഞാൻ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തിട്ടുള്ള റവ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. 1 കപ്പ് റവ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ മൈദമാവാണ്. മൈദ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൈദയാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ബട്ടർ വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓയിലാണെങ്കിൽ 1 ടീസ്പൂൺ വരെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് അരച്ചിട്ടെടുക്കുന്നത് പാലിലാണ്. പാലിൽ തന്നെ നമ്മളിത് അരച്ചിട്ടെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 200 ml പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 200 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 50 ml കൂടെ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 250 ml പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളൊന്നും വരാതെ വേണം നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കൈപ്പിടി മല്ലിയില ഇതിലേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മല്ലിയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്വല്പം ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്തത്. അപ്പോൾ അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററിന് കുറച്ച് കട്ടി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളൊരു മാവിൻ്റെ കട്ടി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറഞ്ഞത് നമ്മളൊരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1.5 തവിയോളം മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ആ ഒരു മോൾ വശത്തെ ഒരു മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് സ്വല്പം തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ സ്വല്പം നെയ്യ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് അവിടെയും കൂടെ നമുക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കുക. തീ നമ്മൾ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് നല്ലപോലെ തന്നെ മൊരിഞ്ഞ് അകം നല്ല സോഫ്റ്റാണ്. ഇതിന് നമുക്കങ്ങ് എടുത്തേക്കാം. ഇതുപോലെ തന്നെ ഒരു 1.5 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഓരോന്നും നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്.
മാവൊന്നും കുഴയ്ക്കും പരത്തിയെടുക്കാതെ അധികം സമയമാകാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കറിയായിട്ട് നല്ല ചിക്കൻ കറിയും ബീഫ് കറിയും മുട്ട റോസ്റ്റും എല്ലാം നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയും നല്ലതാണ്. കറി ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇതുപോലെ ഗാർലിക് മയോണൈസ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.